അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വെല്ലിമ്മച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. കുട്ടികൾക്ക് വെല്ലിമ്മച്ചിൻ്റെ വക സ്പെഷ്യൽ ബിരിയാണിയാണിന്ന്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച അല്ലേ, കുട്ടികളൊന്നും സ്കൂളിലൊന്നും പോകാത്ത ദിവസമല്ലേ. അപ്പോൾ വെല്ലിമ്മച്ചി പറഞ്ഞൊരു ബിരിയാണി വെച്ച് തരാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഇവിടെ പാത്രത്തിൽ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് നെയ്യ് വെച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകാം. അപ്പോൾ കുറേ നാളായി ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇന്ന് ബിരിയാണി ഞാൻ വെച്ച് തരാമെന്ന്. അപ്പം ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്താ വേണ്ടിയമ്മ? അപ്പം ഇനി പച്ചമുളക് ഇട്ടെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, ഏലക്കായ്, കറുകപ്പട്ട, അറം ഇട്ടെടുക്കാം. നമ്മളിവിടെ അടുക്കളയിൽ തീരെ വെളിച്ചമില്ല കേട്ടോ. ഇപ്പോൾ റേക്കിൻ്റെ അടിയിലൊക്കെ ആയതുകൊണ്ട് ഗ്യാസ് തീരെ വെളിച്ചം കിട്ടണില്ല. അപ്പം ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണെന്ന്. വലിയ അടിച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പം ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം ആവശ്യത്തിന്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ചിക്കൻ ഇട്ടെടുക്കാം. ഇപ്പം കരണ്ടും ഇല്ല, രാവിലെ തുടങ്ങിയ മഴയാണ്. കരണ്ട് രാവിലെ പോയതല്ലേ. അപ്പൊ ഇതിലേക്ക് കട്ടത്തൈര് വെച്ചെടുക്കും ആവശ്യത്തിന്. അപ്പൊ നമ്മ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ കൂട്ടുണ്ട്, എല്ലാവരും ഇട്ടോന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ ഇതിൽ ക്യാപ്സിക്കം ഇട്ട് കിട്ടോന്ന്, വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട്. എന്നിട്ട് ഇത് അടിച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ആ നേരം കൊണ്ട് നമുക്ക് ഇവിടെ ചോറ് റെഡിയാക്കാം. അപ്പം അതിനായിട്ടൊരു കുക്കർ വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടെടുക്കാം. 3 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, കറാമ്പൂ, ഉള്ളി
കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അരിയും ലേശം വെള്ളം കൂടി വെച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസിൽ വരാൻ വെയിറ്റ് ഒന്നും ചെയ്യണ്ട. വിസിൽ വരുന്നത് കണ്ടാൽ ഓഫ് ചെയ്ത് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചെടുക്കട്ടോ തീ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേവുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തോട്ടെ. അതാ ഉമ്മ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ചെയ്യണം. വെച്ചിരിക്കും. ഇത് കണ്ടില്ലേ, ഞങ്ങളെ വീടിൻ്റെ പരിസരത്ത് മൊത്തം വെള്ളമാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയല്ലേ അമ്മ? ഞാനിവിടെ കുക്കറിലല്ല കേട്ടോ ചോറ് വെക്കാറുള്ളത്. നമ്മളെ ഇതേപോലെ ചെറിയ ചെമ്പട്ടിയിലാണ്. ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചിട്ടുള്ളത്. റെഡിയായി. നല്ല മണല്ലേ, സ്മെല്ലുണ്ട്. നല്ല അടിപൊളി ബിരിയാണി. ഇത് ഓയിലാണ്. അംസുനിട്ടെടുക്ക്. കല്യാണ ചോറില്ലേ? ടേസ്റ്റ് ഉണ്ട് ബിരിയാണി. സൂപ്പർ അല്ലേ? സാലഡും അച്ചാറും ഒരു കണ്ടതും കൂട്ടിട്ട് നടക്കുക. പെണുങ്ങീനെ മോന് ഭയങ്കര ടേസ്റ്റ് ബിരിയാണി. ഒന്ന് കിട്ടൂല, 2 പടി രാത്രിക്ക് 3 പടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും പറയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ.